ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു മുരടത്തിയായ പെണ്ണാണ്. കണ്ണിൽ കാണുന്ന എല്ലാവരോടും ഇവൾക്ക് ദേഷ്യമാണ്. ഇവളുടെ സ്വഭാവം കാരണം ആർക്കും അവളെ ഇഷ്ടമല്ല, പാവമായ ഇവനൊഴിച്ച്. പക്ഷെ അപ്പോഴും അവൾ അവനൊരു വിലയും കൊടുക്കാറില്ല. പെട്ടെന്ന് ഒരു ദിവസമാണെങ്കിൽ അവൾക്ക് നല്ല വയറുവേദന എടുക്കുന്നു. അവളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഒരു ബെസ്റ്റ് ഡോക്ടറിനെ തന്നെ കാണിക്കുന്നു. ഡോക്ടർ അവൾക്ക് ക്യാൻസർ ആണെന്നും 3 മാസം വരെ ജീവിക്കുകയുള്ളൂ എന്നും പറയുന്നു. ഇത് കേട്ടതും അവളുടെ മൈൻഡ് ഫുള്ള് പോയി. അത്രയും ദിവസം ആർക്കും ഒരു വില കൊടുക്കാതെ ജീവിച്ചിരുന്ന അവളാണെങ്കിൽ അവളുടെ സ്വഭാവം ഫുള്ള് മാറ്റുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു. അവളുടെ പൈസയെല്ലാം എല്ലാവർക്കും ദാനം ചെയ്യാൻ തുടങ്ങുന്നു. പോരാത്തതിന് അവളാണെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് അടുത്ത് പോയി അവളുടെ മരണം സൂപ്പർ ആക്കണമെന്നും സെലിബ്രിറ്റി ആയിട്ട് ആരെങ്കിലും കൊണ്ടുവരണമെന്നുമൊക്കെ ഏൽപ്പിക്കുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു. അവളെ ഇഷ്ടമായിരുന്ന പയ്യനോട് അവൾ കൂട്ടുകൂടാനും തുടങ്ങുന്നു. പക്ഷെ ഒരു ദിവസമാണെങ്കിൽ അവൾ അവന്റെ വീട്ടിൽ പോകുമ്പോൾ അവന്റെ അമ്മ അവളോട് അവനെ പറ്റി പറയുകയും അവളെ അവനു വേണ്ടി ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളാണെങ്കിൽ ഇനി ഈ ലോകത്ത് അധികകാലമില്ലെന്നുള്ള സത്യം അവനെ അറിയിക്കുന്നു. ഇത് കേട്ടതും അവനാണെങ്കിൽ വല്ലാതെ വിഷമിക്കുന്നു. എന്നിട്ട് അവൻ പറയും, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഡോക്ടറാണ്, നമുക്ക് അവനെ കാണിക്കാമെന്ന്. അങ്ങനെ അവൾ ഒരു ദിവസമാണെങ്കിൽ അവളുടെ മരണം സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയായിരിക്കും. അവളുടെ മരണത്തിന് കരയാൻ വന്ന സെലിബ്രിറ്റിയാണ് പേളിമണി. അവൾ അത് സ്വപ്നം കണ്ട് കിടക്കുമ്പോഴേക്കും അവളുടെ ലവർ വിളിച്ചിട്ട് പറയും, നമുക്ക് ഒരു ഹോസ്പിറ്റൽ പോകാമെന്ന്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴുണ്ടടാ അവൾക്കൊരു ക്യാൻസറും ഇല്ല. അവളെ നോക്കിയിരുന്ന ഡോക്ടർക്ക് ചെറിയൊരു മാനസിക പ്രശ്നം കൊണ്ട് പറഞ്ഞതായിരിക്കും അത്. ആ ഡോക്ടറാണെങ്കിൽ എല്ലാവരോടും അത് തന്നെയാണ് പറയുന്നേ. പക്ഷെ ഇതറിഞ്ഞതും അവൾക്ക് ഭ്രാന്തായി. കാരണം അവൾ പൈസ മുഴുവൻ ഓരോരുത്തർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാകും. അവൾ വീണ്ടും ആ മുരടത്തി തന്നെയായി മാറുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.